സംശയം അവൻ തന്നെ ചെയ്ത്. എൻ്റെ മോള് ചെയ്യത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല. എൻ്റെ മോള് വന്ന് 10 മിനിറ്റ്, മോക്ക് ജോലിയുണ്ട് മുത്തൂറ്റില്, കൊളനട മുത്തൂറ്റി ജോലിയാ. അവിടുന്ന് വന്ന് 10 മിനിറ്റ് പോലും ആയില്ല. വന്ന് മോനെ ട്യൂഷനും കൊണ്ടാക്കിയിട്ട് വന്ന വരവിന് അവൻ പുറകെ വന്ന് ചെയ്തതാ. അസ്സലാമു അലൈക്കും. പത്തനംതിട്ട അടൂരിൽ നിന്നും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. ഷഹന എന്ന് പറയുന്ന 31 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ ഉമ്മ സ്റ്റെയർകേസിന്റെ കമ്പിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സംഭവത്തിന്റെ ഗൗരവം ഒരുപാട് വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പത്തനംതിട്ട അടൂർ കോട്ടമുകളിലെ ഷഹനാസ് മൻസിൽ ഷഹനയാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു മരണത്തിന് കീഴടങ്ങിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഒരു വീട്ടിൻ്റെ സ്റ്റെയർകേസിൻ്റെ കമ്പിയിൽ, അതും രക്തം വാർന്ന നിലയിലാണ് ഷഹന തൂങ്ങിക്കിടക്കുന്നതായിട്ട് കണ്ടത്. ഇന്നലെ രാത്രിയോടുകൂടി ആ വീട്ടിൽ നിന്ന് ഒരുപാട് സൗണ്ടുകൾ കേൾക്കുകയാണ്, വർത്തമാനങ്ങൾ കേൾക്കുകയാണ്. എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് അയൽവാസികൾ മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ വാർഡ് കൗൺസിലറെ വിളിച്ച് വിവരമറിയിക്കുകയാണ്. ഈ വീട്ടിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വാർഡ് കൗൺസിലറും അതുപോലെ തന്നെ അയൽവാസികളും എല്ലാം ചേർന്ന് ആ വീട്ടിലേക്ക് പോകുകയാണ്. ആ വീട്ടിലെത്തിയ സമയത്ത് വാതിൽ മുട്ടിയപ്പോൾ തുറക്കുന്നില്ല. വാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. അതിനുശേഷം വീണ്ടും ആവർത്തിച്ച് കതകിന് തട്ടിയ സമയത്ത് ഒരാൾ പുറത്തേക്ക് വരികയാണ്. നോക്കുമ്പോൾ അത് ഷഹന എന്ന് പറയുന്ന 31 വയസ്സുള്ള യുവതിയുടെ കാമുകനാണ്. അദ്ദേഹത്തിൻ്റെ ആൺസുഹൃത്താണ് വാതിൽ തുറന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഷർട്ടിലും അതുപോലെ തന്നെ പെൻസിലും എല്ലാം രക്തങ്ങൾ ഇങ്ങനെ ഒഴുകുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസ് വന്ന സമയത്ത് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ബൈക്ക് അടക്കം, അദ്ദേഹം യാത്ര ചെയ്യാൻ ഉപയോഗിച്ച ബൈക്ക് അടക്കം ആ വീടിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവിടെയുള്ള എല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം എന്ന് പറയുന്നത്, ഈ യുവതി ഭർത്താവുമായിട്ട് പിണങ്ങിക്കഴിയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഈ പിണക്കത്തിൻ്റെ പുറകിലും ഈ ആൺസുഹൃത്തിന് പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇവർ തമ്മിൽ അവിടെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു വീട്ടിൽ. അതുമായി ബന്ധപ്പെടുത്തി ഇനി കൊലപാതകമാണോ മറ്റെന്തെങ്കിലുമാണോ എന്നുള്ള കാര്യങ്ങൾ എല്ലാം തീർച്ചയായിട്ടും ഇനി ഇൻക്വസ്റ്റിംഗ് നടപടികളും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും എല്ലാം കഴിഞ്ഞാൽ മാത്രമേ ഏതായാലും പുറത്ത് വന്നിട്ട് എന്താണ് കാര്യങ്ങളെന്ന് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഏതായാലും സംഭവത്തിൻ്റെ ദുരൂഹത വർദ്ധിക്കുകയാണ്. ഷഹന എന്ന് പറയുന്ന 31 വയസ്സ് പ്രായമുള്ള മുസ്ലിം യുവതി ഒരു കുട്ടിയുടെ ഉമ്മയാണ്. അതാണ് ഏറ്റവും വലിയ സങ്കടം. ആ കുട്ടിയെ ആലോചിക്കാതെ ഒരിക്കലും ഉമ്മ ആ കടുങ്കൈ ചെയ്യുകയില്ല എന്ന് തന്നെയാണ് ഷഹനയുടെ ഉമ്മ ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഈ ഒരു കാര്യം ആ നാട്ടിനെയും, ഞാൻ പറഞ്ഞതുപോലെ നാട്ടുകാരെയും എല്ലാം തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. 31 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ ഒരു യുവതി സ്റ്റെയർകേസിൻ്റെ കമ്പിയിൽ തൂങ്ങി മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കേട്ടുകേൾവി ഇല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ്. ഏതായാലും ആൺസുഹൃത്ത് ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അദ്ദേഹം ഏലംകുളം സ്വദേശിയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാലും ഈ ഒരു ആൺസുഹൃത്ത് തന്നെയാണ് ഈ മരണത്തിന് കാരണമെന്നും അവൻ ഞങ്ങളെ മകളെ കൊന്നതാണ് എന്ന് തന്നെയാണ് ഷഹനയുടെ ഉമ്മ ഇപ്പോൾ പറയുന്നത്. നമുക്ക് ഉമ്മയുടെ വാക്കുകൾ കേൾക്കാം. സംശയം അവൻ തന്നെ ചെയ്ത്. എൻ്റെ മോള് ചെയ്യത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല. എൻ്റെ മോള് വന്ന് 10 മിനിറ്റ്, മോക്ക് ജോലിയുണ്ട് മുത്തൂറ്റില്, കൊളനട മുത്തൂറ്റി ജോലിയാ. അവിടുന്ന് വന്ന് 10 മിനിറ്റ് പോലും ആയില്ല. വന്ന് മോനെ ട്യൂഷനും കൊണ്ടാക്കിയിട്ട് വന്ന വരവിന് അവൻ പുറകെ വന്ന് ചെയ്തതാ. അവൻ തന്നെ ചെയ്ത. എൻ്റെ കൊച്ചു ചെയ്യത്തില്ല. ഈ വീട് വെച്ച് അവള് ചുമഞ്ഞ് താമസിച്ചിട്ട് എൻ്റെ കുഞ്ഞ് ചെയ്യത്തില്ല. ഞാനും കൂടെ ഒറ്റയ്ക്ക് ആയോണ്ട് എന്നെ ഇട്ടിട്ട് പോകത്തില്ല. എൻ്റെ കൊച്ചു നേരത്തെ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്കറിയത്തില്ല. ഇന്നലെ ഞാൻ തീർത്തു പറയുന്നത്. അമ്മയെ വിളിച്ചിരുന്നു? ആരാ? മോളോ? ഇല്ല. ഞാൻ എൻ്റെ അടുത്ത് ആരും പറഞ്ഞില്ല. എല്ലാരും അറിഞ്ഞു കഴിഞ്ഞ അവസാനമായാലും ഇവിടെ ഉള്ളവരെല്ലാം പറയുന്നത്. ഇല്ല, എനിക്കറിയത്തില്ല മോനെ. ഇന്നലെ കാണുന്നത് എനിക്ക് അത് നല്ല ഉറപ്പാ ആന്ന്. ഏതായാലും ഉമ്മ പറയുന്നതോട് കൂടി സംഭവത്തിൻ്റെ ഗൗരവം ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും എൻ്റെ മകൾ ഷഹനാസ് മൻസിൽ ഷഹന എന്ന് പറയുന്ന 31 വയസ്സുള്ള യുവതി ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയില്ല എന്നും, ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള കാരണക്കാരൻ ഈ ആൺസുഹൃത്താണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ പറഞ്ഞതുപോലെ തന്നെ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ബൈക്കടക്കം ആ വീട്ടിൻ്റെ മുറ്റത്തുണ്ട്. അതുപോലെ തന്നെ സമയം കൊലപാതകം കഴിഞ്ഞ സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുകയും ഒന്നും തന്നെ ചെയ്തിട്ടില്ല. തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ രക്തപ്പാടുകളും അതുപോലെ തന്നെ രക്തക്കറകളും എല്ലാം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ദൃക്സാക്ഷികൾ അടക്കം ഇപ്പോൾ പറയുന്നത്. മരിച്ചത് 29 വയസ്സുള്ള സ്ത്രീയാണ്. പിന്നെ ഇവിടെ ഹാങ്ങിങ് ആയിരിക്കുന്നതാണ് കണ്ടതാണ്. അപ്പോൾ നമ്മൾ സംഭവ സ്ഥലത്തുള്ള തെളിവുകളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഏത് സാഹചര്യത്തിൽ സംഭവിച്ചതാണ് എന്ന അന്വേഷണം നമ്മൾ നടത്തുന്നുണ്ട്.
ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടന്ന ശേഷം നമുക്ക് അറിയാൻ പറ്റും, കാസ് ഓഫ് ഡെത്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ കാസ് ഓഫ് ഡെത്ത് അറിഞ്ഞാലേ നമുക്ക് കേസ് ഫർദറായിട്ട് മുന്നോട്ട് പോകും. അതേപോലെ ഈ സംഭവ സ്ഥലത്തിലുണ്ടായിരുന്ന ഒരു സസ്പെക്റ്റും കൂടി ഇത് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന് മെഡിക്കൽ പരിശോധനകളൊക്കെ നടത്തി നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്ന സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആഫ്റ്റർ പോസ്റ്റ്മോർട്ടം നമുക്ക് അറിയാൻ പറ്റും എന്ത് കാസ് ഓഫ് ഡെത്ത് എന്താ കാരണം അറിയാൻ പറ്റും. ഏതായാലും അദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റിംഗ് നടപടികളും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും എല്ലാം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് വരും മുറക്ക് തീർച്ചയായിട്ടും അറസ്റ്റുകളടക്കമുള്ള മറ്റ് പരിപാടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യും. ഏതായാലും അയൽവാസി കൂടി എന്താണ് പറയാനുള്ളത് നമുക്ക് അതുകൂടി കേൾക്കാം. ഈ നസ്മൽ അതിന് എത്തുമ്പോൾ എന്താ കണ്ടത്? ഇല്ല, ഞാനൊരു 7 മണിയാകുമ്പം തൊട്ടപ്പുറത്ത് LC എന്ന് പറയുന്ന സ്ത്രീ എന്നെ വിളിക്കുകയാണ്. വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉടൻ തന്നെ വന്നൊരു 3 മിനിറ്റിനുള്ളിൽ വന്നപ്പം ഡോർ ഒരു 3/4% ചാരിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 3/4% ചാരിയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഡോർ നോക്ക് ചെയ്തൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഹാങ് ചെയ്തേക്കുന്നു. സ്റ്റെയർ ഹാങ് ചെയ്തിരിക്കുന്നു. പയ്യനോട്ട് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലൊരു പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ SHO വിവരം അറിയിച്ചു. ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. പോലീസ് ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായിരുന്നു. നിലത്ത് മുഴുവൻ ബ്ലഡ് ആയിരുന്നു. തമ്മിൽ തർക്കമുണ്ടായ കാര്യം പോലീസ് SP പറയുന്നു. തർക്കം ഉണ്ടായിരുന്നു കാണണമെന്നാണ് പോലീസിൻ്റെ നിന്ന് കിട്ടുന്നൊരു വിവരം. ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പിന്നെ പാൻറ്റിലും ജീൻസിലും ഷർട്ടിലും ഒക്കെ ഈ പയ്യൻ്റെ രക്തം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രക്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബ്ലഡ് സ്റ്റെയിൻ്റെ കാര്യം പറയുന്നത്. ഏതായാലും അയൽവാസി പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ഞാൻ പറഞ്ഞതുപോലെ അടൂർ നഗരസഭാ കൗൺസിലർ എത്തിയ ശേഷമാണ് വാതിൽ തട്ടി തുറന്ന ശേഷം ഈ ആൺസുഹൃത്തിനെ നേരിട്ട് കാണുന്നതും അതുപോലെ തന്നെ ആൾക്കാരെല്ലാം പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തത്. ഏതായാലും ഈ സംഭവം ഒരു കൊലപാതകമാണ് എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ സമയത്ത് അദ്ദേഹം കടന്നു വരുന്ന സമയത്ത് ആ യുവതി സ്റ്റെയർ കേസിൽ രക്തം വാർന്ന നിലയിലാണ് കണ്ടെത്തിയത് എന്നുള്ളത് സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നു. ആ രക്തം എങ്ങനെയാണ് ഈ ആൺസുഹൃത്തിൻ്റെ കയ്യിലും അതുപോലെ തന്നെ പെൻസിലും എല്ലാം ആയത് എന്ന് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ആ യുവതിയുടെ ഷാളിൻ്റെ മുകളിൽ തന്നെയാണ് ആ യുവതി ജീവനൊടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഏതായാലും ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ പത്തനാപുരം അടൂർ കോട്ടമുകൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് നടന്നത്. ഈ ഒരു കാര്യം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. കാരണം യുവതിക്ക് വെറും 31 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതുപോലെ തന്നെ ആദ്യ ഭർത്താവിൽ നിന്നും അവരുടെ ഭർത്താവുമായിട്ട് ഇപ്പോഴും ഡിവോഴ്സ് ആയിട്ടില്ല, അകന്ന് കഴിയുകയാണ്. ആ സമയത്താണ് ഇവർ ആൺസുഹൃത്തുമായിട്ട് ബന്ധം വെച്ച് പുലർത്തുന്നത്. സ്വന്തം വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് ഷഹനാസ് മൻസിൽ എന്ന് പറയുന്ന അവരുടെ സ്വന്തം വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും പോലീസ് ആൺസുഹൃത്തിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികളും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും എല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിൻ്റെ ചുരുളയക്കാൻ പോലീസിന് കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏതായാലും ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് വാർത്തകൾ ദിനം നമ്മുടെ നാട്ടുകളിൽ നിന്ന് കേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള മരണങ്ങളാണ് നടക്കുന്നത്. ഏതായാലും പടച്ചിറപ്പ് നമ്മളെല്ലാം കാത്തു സൂക്ഷിക്കട്ടെ. ഏതായാലും ഈ സഹോദരിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് വരും ദിവസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.